ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദിനു ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പുഷ്പ സാറുണ്ട്, വിപിൻ സാറുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ബ്രെഡും പിന്നെ മീനൊക്കെ ഉണ്ട്. ഇതും വെയിറ്റ് ആണ് ഫുള്ള്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് ചെല്ലാം കേട്ടോ. മാലദ്വീപിലെ കൊച്ചു കൂട്ടുകാരന്മാരാണ് കേട്ടോ. അഫാസ്, ഈ കൊച്ചു ചേർക്കണുണ്ടല്ലോ, ഇവൻ വെറും 1ാം ക്ലാസ്സിൽ പഠിക്കണേ ഉള്ളൂ. ഭയങ്കര കിടിലാണ് സ്വിമ്മിങ്ങിനെല്ലാം. യു ആർ വെരി ഗുഡ് ഇൻ സ്വിമ്മിങ് ദോ. അപ്പോൾ ഈ പൂമാരൊരു രക്ഷയില്ല കേട്ടോ. കൊച്ചു പിള്ളേരാണെങ്കിലും ഫിഷിങ്ങിനും എല്ലാത്തിനും ഭയങ്കര കിടിലാണ്. കടലിലൊക്കെ നേരെ ചുമ്മാ അങ്ങ് ഇറങ്ങിപ്പോ. ഒന്നീ പഠിക്കണേ ഉള്ളൂ. അടിപൊളി കിടിലം പിള്ളേരാണ്. അപ്പോൾ ഏകദേശം നമ്മൾ കടലിൻ്റെ തൊട്ടടുത്തെത്തി. നേരെ കടലിലേക്കുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. ഇത് കണ്ടോ, എന്ത് കളർഫുള്ളായിട്ടല്ലേ കിടക്കുന്നത്. ഇവിടെ ആ ഡാർക്ക് ബ്ലൂ ആയിട്ട് കാണുന്നത് ഡീപ് സീ ആണ് കേട്ടോ. അവിടെ ഭയങ്കര ആഴമാണ്. പക്ഷെ ഇതെല്ലാം റീഫ് ഏരിയയാണ്. ഈ കാണുന്നതെല്ലാം റീഫ് ഏരിയയാണ്. പുഷ്പ സാർ നമ്മളെ ബെയ്റ്റൊക്കെ എടുത്ത് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാ കേട്ടോ. ഫസ്റ്റ് മീൻ നമുക്ക് എന്തായാലും കിട്ടട്ടെ. സാർ ഷോ മി ദ ബെയ്റ്റ്. ഓക്കെ, ഗ്രൂപ്പറിന്റെ ഒരു പീസാണ് കേട്ടോ ഇട്ടേക്കണേ. ഫസ്റ്റ് ത്രോ ആള് നല്ല താഴേക്ക് ഇറങ്ങി പോയിട്ടാണ് എറിയാൻ പോകുന്നത്. ഈ സൈഡിൽ വിപിൻ സാർ ബ്രെഡ് ഇട്ട് മീനുണ്ടോ ഇല്ലയോ നോക്കുവാണ്. ഇവിടെ നിന്ന് അത്യാവശ്യം വലിയ മീനൊക്കെ പുഷ്പ സാറ് ഇവരെല്ലാം പിടിക്കുന്നതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ശ്രദ്ധിച്ച് നോക്കിയാ കണ്ട മീനടിക്കുന്നുണ്ടോ. മാവിട്ടാണ് വിപിൻ സാർ മീൻ പിടിക്കുന്നത്. മാവിട്ടാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ട്രൈ ചെയ്ത് കേട്ടോ. എന്നിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നേരെ നമ്മൾ ഞാനുണ്ടല്ലോ അടുത്ത സൈഡിലോട്ട് പോവാ കേട്ടോ. അപ്പോൾ നേരെ ഈ കാട്ടിനകത്തൂടെ നേരെ നടന്ന് വിപിൻ സാർ ഇതേ ഓൾറെഡി അവിടെ എത്തി. അപ്പോൾ ഇവിടെ ചെറിയൊരു വഴിയുണ്ട്. ആ വഴി കൂടെ തെളിച്ച് നടക്കാം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇവിടെ മാൽദീവ്സിൽ പാമ്പില്ല. ഇവിടുത്തെ കാട്ടിനകത്തൊന്നും പാമ്പില്ല. ഉള്ള പാമ്പ് ഒരു വിഷമില്ലാത്തൊരു കുഞ്ഞു പാമ്പാണ്. അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം, ആ പാമ്പിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ സ്ഥിരം പ്ലേസായ ഗാർബേജ് ഏരിയയുടെ അവിടെ എത്തി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫിഷിംഗ് സ്പോട്ട്. പുഷ്പ സാറിന് കൂടുതൽ അവിടെ നിന്നാണ് മീൻ കിട്ടുന്നത്. ഉണ്ടാ അതെ വിപിൻ സാറിന് കിട്ടി. അടിപൊളി. യെസ്, കിർലിയ. ആ മോനെ എവിടെ ചവിട്ടി പിടിച്ച് സെറ്റ്. ഇതേ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മീൻ കിട്ടി കേട്ടാ. ഫസ്റ്റ് മീൻ ഇതാണ് ഫസ്റ്റ് മീൻ. ഉടനെ വിപിൻ സാറിന് വേറൊരു മീൻ കിട്ടി. ഇതിനെ ഒന്ന് സ്ലോ മോഷനിൽ കണ്ടാലോ. കിട്ടി. ഗൈസ്, നമുക്കൊരു വലിയൊരു മീൻ എടുത്തോണ്ട് പോവാ കേട്ടോ. കിട്ടോ? നിക്ക് നോക്കാം. വീണ്ടും എടുക്കുമായിരിക്കും. വിപിൻ സാറ് ഉണ്ടോ? കുറെ കൂടെ വിട്ടിട്ട് വലിച്ചാൽ മതിയായിരുന്നല്ലേ. ഗൈസ്, അത് മിസ്സായിപ്പോയി. പുഷ്പ സാറിന് കിട്ടിയ മീനുണ്ടോ? ഫിലളു എന്നാണ് ഈ മീനിന്റെ പേര് കേട്ടോ. ഇത് കണ്ടോ, അതിന്റെ സൈസ് കണ്ടോ? ഒരു 2 kg ഇതോ സാർ, 2 കിലോ ഒരു സാധനം. നൈസ് കണ്ടോ, നല്ല കിട്ടുക്ക സാധനം. അപ്പോൾ ഇത് പിടിച്ചേക്കാം നമ്മുടെ പുഷ്പ സാറാണ് കേട്ടോ. ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇന്ന് നമുക്ക് കിട്ടിയ മീനുകളാട്ടോ ഇത്. ഇന്നിപ്പോൾ ഇത്ര കിട്ടിയുള്ളൂ. ഇത് വെയിലിൽ കിടന്ന് വട്ടി പോലെയായി. 4 വറ്റയും പിന്നെ ഒരു കിർലിയും
അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഈ മീനിനെ എല്ലാത്തിനെയും നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മീൻ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. ഈ മസാല എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാല. ഈ മസാല നമ്മൾ ആഡ് ചെയ്താണ് നമ്മളിന്ന് മീൻ ഫ്രൈ ചെയ്യാൻ പോണേ. മീൻ ഫ്രൈ ആക്കാനായിട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. ഫിഷ് ഫ്രൈയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു വെജിറ്റബിൾ സാലഡ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ലീഫി വെജിറ്റബിളായ കോപ്പിഫൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ളൊരു ലീഫാണ്. അപ്പോൾ ലീഫി വെജിറ്റബിളാണ് അതും. അതുപോലെ തന്നെ ഒനിയനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കോവയ്ക്ക, അതായത് നമ്മുടെ സ്മോൾ ക്യൂക്കുംബർ ഉണ്ടല്ലോ, അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഒരു പാത്രത്തിനകത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ റെഡിയാക്കി, നമ്മുടെ സാലഡ് റെഡിയായി. ഇനി നമുക്ക് ചോറ് വയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ.